ദൈവ വീട്ടിൽ നിൽക്കാതെ ഇറങ്ങിപ്പോയിട്ടുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം വി ആർ prodigal sons and daughters. കുടിയിരിക്കുന്ന ഞാനും നിങ്ങളും ഒട്ടും വെക്കാന്നുള്ളതല്ല. ചിലപ്പോൾ ചുരുക്കത്തോടെ പ്രാർത്ഥന അപ്പ തരണേന്ന് പറഞ്ഞാൽ അപ്പം ദൈവം മനസ്സിലാക്കും. ഇത് കൊണ്ട് പോയി കുറിച്ച് കളഞ്ഞിട്ട് ഇപ്പൊ പന്നിയെ നോക്കി നടക്കുന്ന പല ജോലികളും നമ്മൾ ചെയ്യുന്നുണ്ട്. പറഞ്ഞ അർത്ഥം ഇതാണ് പറഞ്ഞാൽ ദൈവഹിതമില്ലാത്ത പല വിഷയത്തിലും ഞാനും നിങ്ങൾ അപ്പന്റെ വീടുമായിട്ടുള്ള ദൂരം കൂടുതലാണെങ്കിൽ പ്രാർത്ഥിക്കുന്നതിന് മുമ്പ് ആദ്യമേ ചെയ്യേണ്ടത് അപ്പന് കത്തയക്കുകയല്ല, അപ്പനെ വിളിച്ചു വരുത്തുകയല്ല, അപ്പന്റെ വീട്ടിൽ ചെല്ലുക. അതാ തീർത്ഥഗതി എന്ന് പറയുന്നത്. അങ്ങനെ കുറയ്ക്കണം. വായിക്കാം. ലൂക്കോസ് 15-ാം അധ്യായം. യേശു ആ ഉപമ പറഞ്ഞപ്പോൾ യേശു പറഞ്ഞതുകൊണ്ട് അത് കെട്ടുകഥയല്ല, എനിക്ക് നിങ്ങൾക്കുള്ള മെസ്സേജാണ് സ്വർഗം പറയുന്നത്. ലൂക്കോസ് 15, 18, 19 വായിച്ചാൽ ഇതാണ് തീരുമാനം. നമുക്ക് സംഭവമൊക്കെ അറിയാം. അങ്ങനെ എല്ലാവരും അത് നിശ്ചയിക്കാൻ സമയമില്ല. ആ സമയം പോയി. ഈ മോൻ ഇപ്പൊ വീട്ടിൽ നിന്ന് ദൂരയാത്ര പോയി. അപ്പത്തിന് പലവട്ടം പറഞ്ഞു കാണും ഇനി പോകണ്ടെന്നൊക്കെ. അതുകൊണ്ടാണല്ലോ ഇപ്പം കേട്ട് കാണത്തില്ല. പോയി പണമെല്ലാം ചിലവാക്കിയിട്ട് തന്നെ അതെല്ലാം നഷ്ടമാക്കിയിട്ട് അതിന് പണമെല്ലാം തീർന്നിട്ട് വിശന്ന് സഹിക്കാൻ വയ്യ. വിശന്നാത്തിന് എന്ത് ചെയ്യുന്നു? വേറെ ജോലി. വിശക്കുന്നതിനും വരെ ആരെക്കൊണ്ട് ജോലി ചെയ്യും? വിശന്ന് കഴിഞ്ഞാൽ പിന്നെ ഏത് ജോലി ചെയ്യും? അതാണ് യഥാർത്ഥ സത്യം. അങ്ങനെ വിശന്ന് കഴിഞ്ഞപ്പോൾ അവസാനം ആ ദേശത്തിലെ പൗരന്മാരെ പോയി കണ്ടപ്പോൾ ഇവരെ ആരാ? തിരുത്തനല്ല. ആ ദേശത്തിൽ തിരുത്തനെ പോയി ആശ്രയിച്ചു. അവൻ പറഞ്ഞു ഇപ്പൊ വേഗം ഒന്നുമില്ല, സമയമൊന്നുമില്ല, പിന്നെ ഒരു ജോലിയുള്ള എന്തിനെ നോക്കുന്നതാണ്? പന്നിയെ നോക്കുന്നതാണ്. പിന്നെ യേശു പറഞ്ഞ അർത്ഥങ്ങളുണ്ട്. ദക്ഷിണിക്ക് സമയത്ത് ആ കാലത്ത് അല്ലെങ്കിൽ ആ യഹൂദന്മാർക്ക് അല്ലെങ്കിൽ നിശ്ചിതമാണ് ഈ പന്നി വളർത്തൽ. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ വിശപ്പ് വന്നു കഴിഞ്ഞാൽ ഏത് മണ്ഡലത്തിലേക്ക് ഞങ്ങൾ എന്ത് ചെയ്യും? ഇറങ്ങിപ്പോകും. സ്വർഗത്തിനൊരു വിശപ്പുണ്ട്, ആത്മാക്കളെ നേടണമെന്ന്. അങ്ങനെ ഒരു കത്ത ഉണ്ടായിക്കഴിഞ്ഞാൽ ശബരിയക്കാരെന്ന് കർത്താവ് നോക്കത്തില്ല. ഹല്ലേലൂയ. കുട്ടരോഗി എന്ന് നോക്കത്തില്ല. ഹി വിൽ കം ഡൗൺ ടു സേവ് ദ പീപ്പിൾ ഫോർ എനി കോസ്റ്റ്. അത് ദൈവത്തിന് പ്രൂവ് ചെയ്യണമല്ലോ. ഇനി പന്നിയെ നോക്കുന്ന ജോലി ചെയ്യാൻ അവിടെ എഴുതിയിരിക്കുന്ന പന്നി തിന്നുന്ന ആഹാരം കഴിക്കണം എന്നൊക്കെ ആഗ്രഹിച്ചതൊക്കെ എന്ത് വായിക്കോട്ടെ? ഒരു വശത്തല്ലയോ കഴിക്കാൻ പറ്റുന്നില്ല, സമയത്ത് വായിക്കാൻ പറ്റുന്നില്ലല്ലോ. അപ്പൊ അതുകൊണ്ട് ഇത് തിന്നാൻ നോക്കി കിട്ടിയില്ലാത്തവർ അപ്പോൾ എന്ത് പറ്റി? സുബോധം. അപ്പോൾ നന്നായിട്ട് വിശന്നാൽ നമുക്ക് എന്ത് വരും? സുബോധം വരും. അപ്പൊ പല ബോധവും നമുക്ക് ഇല്ലാത്തതിന്റെ കാരണം നമുക്ക് ആവശ്യങ്ങളൊന്നും ദൈവം തന്ന സമൃദ്ധിയുടെ കൂമ്പാരം ഉള്ളത് കൊണ്ടാണ്. We cannot come into ourselves. നമുക്ക് ബോധം വരാത്തതിന്റെ കാരണം പണ്ട് നമുക്ക് നല്ല ബോധം ഉണ്ടായിരുന്നു. ഇനി പറഞ്ഞതിന്റെ പച്ചമലയാളമായി പറഞ്ഞു വരുന്നത് അല്ലല്ല. നാളെയെക്കുറിച്ചുള്ള ആശങ്കകൾ, ആകുലതകളൊക്കെ ഒരു കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നു. ആത്മീയ എങ്ങനെയായിരുന്നു? സമാജം എങ്ങനെയായിരിക്കും? ശുശ്രൂഷ എങ്ങനെയായിരിക്കും? കുടുംബം എങ്ങനെയായിരിക്കും? ആത്മീയത്തെക്കുറിച്ച് നമുക്കൊരു ബോധ്യം ഉണ്ടായിരുന്നു. അപ്പന്റെ വീടിനെ കുറിച്ച് നല്ല കാഴ്ചപ്പാടുള്ള കാലഘട്ടം ഉണ്ടായിരുന്നു. നഷ്ടപ്പെട്ടതിന് കാരണം ദൈവം തന്ന സമൃദ്ധിയുടെ കൂമ്പാരമാണെങ്കിൽ ഇന്ന് പകൽക്കാലം നമ്മൾ ആ സുബോധത്തിലേക്ക് മടങ്ങി വരണം. സുബോധം വന്നപ്പോൾ അവൻ എന്തോ ഓർത്തു? ഇപ്പോൾ ലാസ്റ്റ് 30 years 30 months എത്ര വർഷം കേട്ടില്ല, 5 വർഷം 10 വർഷം എന്തുമായിക്കോട്ടെ, ഇത്രയും നാളെ എന്തില്ലാത്തപ്പം സുബോധം ഇല്ലായിരുന്നു. അപ്പന്റെ വീടിനെ കുറിച്ചുള്ള ഓർമ്മ വരുന്നത് നമുക്ക് സുബോധം വരുമ്പോഴാണ്. സുബോധം വന്നു. സുബോധം വന്നപ്പോൾ അവൻ ഓർത്തു. എന്താ ഓർത്തത്? അപ്പന്റെ വീട്ടിൽ പുള്ളിയുടെ കുട്ടിയോട് കണ്ട് വളർന്നില്ലയോ? അപ്പന്റെ വീട്ടിൽ വേലക്കാർ വേറെ സമയത്തിന് ആഹാരം കഴിച്ചിട്ട് എന്ത് ചെയ്യുന്നു? ശേഷിപ്പിക്കുന്നു. ഞാനോ വിശപ്പുകൊണ്ട് നശിച്ചു പോകുന്നു. ആലോചിച്ചു. നീ പറഞ്ഞതിന്റെ ആത്മീയതല്ല. ഞാൻ ഈ സൈന്യക്കൂട്ടിന്റെയും ചോറിന്റെയും കരയുടെ കാര്യമല്ലേ പറഞ്ഞു വരുന്നത്. ഇന്നലെ വന്നവർ, ഇന്നലെ കൃപയിലേക്ക് കയറി വന്നവർ അല്ലയ്യ. ക്രിസ്തീയ പാരമ്പര്യത്തിലും പെന്തക്കോസ്തിലും പിറന്ന നാം പലപ്പോഴും ഹല്ലേലൂയ പ്രാപിക്കേണ്ട കൃപ ലഭിക്കാതെ വിശുദ്ധ പൊരിയുമ്പോൾ ഇന്നലെ കയറി വന്ന് എത്രയോ പേർ തുള്ളിച്ചാടി നൃത്തം ചെയ്ത് സന്തോഷിക്കുമ്പോൾ നാം ഒത്തിരി പുറകിലായിപ്പോയി. ഇന്ന് പകൽ നമുക്ക് മടങ്ങി വരണം. നമുക്ക് കൃപയിലേക്ക് മടങ്ങി വരണം. ഒരിക്കൽ നമ്മൾ ആത്മാവിന്റെ പുഷ്ടി അനുഭവിച്ചവരാ, ഒരിക്കൽ കൃപാവരം ജ്വലിപ്പിച്ചവരാ, ഒരിക്കൽ പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു ശീലമായിരുന്നു, ആരാധന നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമായിരുന്നു. ഇന്ന് നമ്മൾ ആത്മീയത്തിൽ വിശപ്പുകൊണ്ട് പൊരിയുകയാണ്. എത്ര പ്രസംഗം കേട്ടാലും നമുക്ക് മതിയാകുന്നില്ല, എത്ര വായിച്ചാലും എഴുതിയാലും പറഞ്ഞാലും നമുക്ക് തൃപ്തിയൊന്നുമില്ല. കാരണം അകത്ത് മനുഷ്യൻ മരിച്ചുപോയി. പുറമേ കേൾക്കുന്നതൊന്നും അകത്ത് ക്രിയ ചെയ്യുന്നില്ല. ഇന്ന് പകൽ നമുക്ക് അപ്പന്റെ വീട്ടിലേക്ക് മടങ്ങി വരണം. സ്തോത്രം. അങ്ങനെ അവൻ പറയുക, ഇനിയിപ്പം 20 കാര്യമില്ല. അപ്പന്റെ വീട്ടിൽ പോകണം, അപ്പന്റെ വീട്ടിൽ പോകണം, 20 കാര്യങ്ങൾ വേണം. അതാണ് അവർ തീരുമാനം. എന്റെ പരക്കാൻ മാറ്റിയിട്ടുണ്ട്. ഇനി വായിച്ചു. ഞാൻ ഒന്നാമത് ചെയ്യാൻ നമ്മളോട് എന്ത് ചെയ്യാൻ പോവാം? ഈ പന്നിയെ കൊണ്ട് ഞാൻ ഇനിയും പോകത്തില്ല. നമ്മുടെ വിചാരം എല്ലാം കൊണ്ട് ദൈവത്തെ സേവിക്കാൻ നടക്കത്തില്ല. വിടേണ്ടത് വിടണം, മാറ്റേണ്ടത് മാറ്റണം, ഒരുങ്ങേണ്ട മണ്ഡലത്തിൽ ഒരുങ്ങണം. അതല്ല, ഞാൻ ഇവിടുന്ന് എഴുന്നേറ്റിട്ട് ഇങ്ങോട്ട് പോകും. വന്ന വഴി മറന്നില്ല. അപ്പന്റെ വീട്ടിലേക്ക് ദൂരം എത്ര ആണെങ്കിലും വന്ന വഴി മറക്കരുത്. വന്ന വഴി മറക്കരുത്. ദൂരം എത്ര ആണെങ്കിലും ഇന്ന് പകൽക്കാലം മറക്കരുത്. 50 വർഷം മുമ്പുള്ള വിഷയമായിരിക്കാം, 45 വർഷം മുമ്പായിരിക്കാം ഈ സംഭവം നടന്നത്.
60 വർഷം മുമ്പ് നടന്ന അത്ഭുതമായിരിക്കാം. വന്ന വഴി മറക്കരുത്. അവരെഴുന്നേറ്റു, അപ്പന്റെ വീട്ടിലേക്ക് പോയി. ചെന്നിട്ട് പറയേണ്ട കാര്യങ്ങളൊക്കെ ബൈഹാർട്ട് ചെയ്യുന്നുണ്ട്. ആലോചിച്ച് നോക്കിയാൽ ഒരു മാസം മുമ്പ് ഇല്ലാതെ ഇത്ര വിലക്കത്തില്ലായിരുന്നു. ഇപ്പൊ ബൈഹാർട്ട് ചെയ്യുക ചെന്നുണ്ടെങ്കിൽ ഇങ്ങനെയൊക്കെ പ്രാർത്ഥിക്കും. പ്രീ പ്ലാൻഡ് ആണ്. ഞാൻ അപ്പന്റെ വീട്ടിൽ നിന്ന് അപ്പനോട് പറയാം, അപ്പാ ഞാൻ നിന്നോട് അവൻ കാര്യം മനസ്സിലായി. അല്ല, മനുഷ്യരോട് ചെയ്ത എല്ലാ തെറ്റും സ്വർഗത്തോട് ചെയ്ത തെറ്റാണ്. ഞാൻ പറയുന്ന ദൂതുകളൊക്കെ നിങ്ങൾക്ക് മനസ്സിലാക്കുന്നുണ്ടോ? എവറി ട്രാൻസ്ഗ്രഷൻ, എവറി ട്രസ്പാസ് വി മേക്ക് ടു ദ പീപ്പിൾ ദാറ്റ് വിൽ അഫക്ട് ഹെവൻ ഓൾസോ. അപ്പാ ഞാൻ സ്വർഗത്തോടും ഒരു വ്യക്തിയോട് തെറ്റ് ചെയ്താൽ ആ വ്യക്തിയോടും ക്രമീകരണം പ്രാപിക്കണം. ആ വ്യക്തിയുടെ ഉടയവനായ ദൈവത്തോട്, നിന്റെയും ദൈവത്തോടും ക്ഷമ ചോദിക്കണം. അപ്പാ ഞാൻ സ്വർഗത്തോടും നിന്നോടും പാപം ചെയ്തു. ഇനി എന്റെ ക്വാളിഫിക്കേഷൻ സമ്മതിക്കുകയാണ്. ഇനി ഞാൻ ആരല്ല, അകലം കൂടുന്നതാണ് പറഞ്ഞു വരുന്നത്. ഒരു പടി അകന്നാൽ നമ്മുടെ അയോഗ്യത വെളിപ്പെടുത്തുകയാണ്. As long as we are standing before the Father, we are sons and daughters. Every single step you take forward instead of forward, you take backward, that we call backsliding. That will keep our distance away from the Lord. ദൈവത്തിൽ നിന്ന് പുറകോട്ട് പോവുകയാണ്. അപ്പം ഞാൻ സ്വർഗത്തോടെ നിന്നോട് പാപം ചെയ്തു. ഇനി നിന്റെ മകൻ എന്ന പേരിൽ ഞാൻ ഇനി എനിക്ക് വളഞ്ഞ വഴിയുള്ളൂ. പറഞ്ഞു കഴിഞ്ഞാൽ വേറെ വഴി കൂടെ കയറണം. ഫ്രണ്ട് ഡോർ അടച്ചു കഴിഞ്ഞു. ഇനി എനിക്ക് ആ ഒറ്റ വഴിയുള്ളൂ, ഒരു കൂലിക്കാരനെ പോലെ. ഒരിക്കലും ആഗ്രഹിച്ചതല്ല, പക്ഷെ ഒരു കൂലിക്കാരനായാലും എനിക്ക് സംതൃപ്തിയാണെന്ന രീതിയിലേക്ക് അവൻ കടന്നു വന്നു. സോ അതല്ല അവസ്ഥ. കർത്താവേ, ഇത്രയൊക്കെ ഞാൻ സഹിച്ചല്ലോ, ഇനി എനിക്ക് ഒന്ന് കർത്താവ് ഒരു അവസരം തരണമേ എന്നുള്ള രീതിയിലേക്ക് വന്നു. ഈ വായിച്ചു. പറഞ്ഞ മാത്രമല്ല, നമ്മൾ എത്ര തീരുമാനം എടുക്കുന്നത്. ഞാൻ പോകും, എനിക്കൊരു അവസരം കിട്ടി നമ്മൾ ഫോൺ വിളിച്ച് ക്ഷമ പോയിട്ട് ആ കേട്ടോ അങ്ങനെ നമ്മുടെ എനിക്കൊരു അവസരം